കൂട്ടുകാർക്കറിയാമോ, കാതികയിൽ ഇപ്പോൾ 150-ലേറെ കഥകളുണ്ട്. മോർ ദാൻ 150 സ്റ്റോറീസ്. ഇതിൽ എത്ര കഥകൾ കൂട്ടുകാർ കേട്ട് കാണും? എല്ലാ കഥകളും ഒന്നുകൂടി കേട്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇല്ലാത്ത കഥകളുണ്ടെങ്കിൽ കാതികയെ അറിയിക്കുക. ആ കഥകൾ നിങ്ങൾക്ക് വേണ്ടി കാതിക പറയും. നിങ്ങൾക്കും കാതികയിലേക്ക് കഥകൾ അയക്കുകയും ചെയ്യാം. ഇന്നത്തെ കഥ സ്വാർത്ഥൻ പഠിച്ച പാഠം. നമുക്ക് ഈ കഥയൊന്ന് കേട്ടു നോക്കാം. ഒരു കച്ചവടക്കാരന് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് അയാൾ സവാരി ചെയ്യും. കഴുത കച്ചവട സാമാനങ്ങൾ ചുമക്കും. നമ്മൾ വഴിയിൽ കണ്ടിട്ടില്ലേ, കഴുതകളുടെ പുറത്ത് വലിയ ചാക്കുകളൊക്കെ വെച്ച് കൊണ്ടുപോകും. പഴയ കാലത്ത് കഴുതയായിരുന്നു സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പോലെ മോട്ടോർ വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അന്ന്. അപ്പോൾ ഈ കച്ചവടക്കാരൻ കഴുതയെ ഉപയോഗിച്ചിരുന്നു സാധനങ്ങൾ ചുമക്കാനായി. എപ്പോഴും വലിയ ചുമടാണ് അവന്റെ മുകളിൽ കുത്തിവെച്ചിരുന്നത്. ഭാരം ചുമന്ന് അവൻ തളർന്നു പോകും. കുതിരയാണെങ്കിൽ തടിച്ചു കൊഴുത്തും വന്നു. എന്തുകൊണ്ടാ? കുതിര ഒന്നും ചുമക്കുന്നില്ലല്ലോ. കുതിരയുടെ പുറത്ത് നമ്മുടെ കച്ചവടക്കാരൻ കയറി യാത്ര ചെയ്യും. ചുമടെടുത്ത് ക്ഷീണിച്ച കഴുതയ്ക്ക് സുഖമില്ലാതായി. അങ്ങനെ പണിയെടുത്ത് ചുമടെടുത്ത് ക്ഷീണിച്ച് നമ്മുടെ കഴുതയ്ക്ക് സുഖമില്ലാതായി. ഒരു ദിവസം ഭാരം താങ്ങാൻ കഴിയാതെ കഴുത കുതിരയോട് പറഞ്ഞു, കൂട്ടുകാരാ, എനിക്ക് തീരെ സുഖമില്ല. ഇന്നത്തേക്ക് ഈ ചുമട് കൊണ്ടുപോയി എന്നെ ഒന്ന് സഹായിക്കാമോ? അത് കേട്ടതും കുതിര പറഞ്ഞു, അത് പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ട്. നീയാണ് ചുമടെടുക്കുന്നത്, എനിക്ക് പറ്റില്ല. വളരെ അഹങ്കാരത്തോടെയാണ് കുതിര അത് പറഞ്ഞത്. പാവം കഴുത അന്നും എന്നത്തെ പോലെയും ചുമടെടുക്കേണ്ടി വന്നു. ചുമട് പുറത്ത് വെച്ചതോ വലിഞ്ഞ് എഴഞ്ഞ് പയ്യെ കഴുത നടക്കാൻ തുടങ്ങി. അധികം നേരം നടക്കാൻ പറ്റിയില്ല. അപ്പത്തേക്കും കഴുത കുഴഞ്ഞ് താഴെ വീണു. അസുഖം വന്ന് ഭാരം ചുമന്ന് വീണ് ചത്തും പോയി വഴിയിൽ. കച്ചവടക്കാരൻ കഴുതപ്പുറത്തിരുന്ന എല്ലാ ഭാരവും കുതിരപ്പുറത്തേക്ക് കയറ്റിവെച്ചു. ചത്ത കഴുതയും അതിന്റെ മുകളിൽ കെട്ടിവെച്ചു. എന്നിട്ട് കുതിരയോട് പറഞ്ഞു, നടക്കട വേഗം. കുതിരയുടെ നട്ടലും വളഞ്ഞുപോയി. അവൻ പറഞ്ഞു, അയ്യോ, ഈ ഭാരം എന്നെ കൊല്ലും. അല്ല, എനിക്കിത് തന്നെ വരണം. ഞാൻ സ്വാർത്ഥനായില്ലേ. വിഷമിച്ചിരുന്ന കഴുതയെ സഹായിക്കുമായിരുന്നെങ്കിൽ കഴുതയും രക്ഷപ്പെട്ടേന്. എനിക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടാകില്ലായിരുന്നു. ഈ കഥയിൽ നിന്ന് എന്താണ് ഗുണപാഠമുള്ളത്? സ്വാർത്ഥന് ശിക്ഷ ലഭിക്കും, തീർച്ചയായും. ഒരിക്കലും സ്വാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യരുത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നോക്കുക, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. കൂട്ടുകാർക്കും ഇതുപോലുള്ള കഥകൾ അറിയാമെങ്കിൽ അയച്ചു തരിക. കാതിക മറ്റു കൂട്ടുകാരെയും ഈ കഥകൾ കേൾപ്പിക്കുന്നതാണ്. മറ്റൊരു കഥയുമായി കാതിക വീണ്ടും. നന്ദി.